വെൽക്കം ടു മോഡേൺ ഡിസൈൻസ്. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഫ്രോക്ക് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോയുമായിട്ടാണ്. ഈ ഫ്രോക്ക് ഒരു 5 വയസ്സുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണം. നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഇതൊരു റയോൺ ടൈപ്പ് മെറ്റീരിയലാണ്, കോട്ടനും കൂടി മിക്സാണ്. നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് ലൈനിങ് യൂസ് ചെയ്യുന്നില്ല. ലൈനിങ് യൂസ് ചെയ്യാതെയാണ് ഞാൻ ഈ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതിനുള്ള ലെങ്ത് ഞാൻ 32 ആണ് കൊടുക്കുന്നത്. ഫസ്റ്റ് നമുക്ക് യോക്ക് പോർഷൻ കട്ട് ചെയ്ത് മാറ്റാം. യോക്ക് പോർഷൻ്റെ ലെങ്ത് വന്നിട്ട് 10 ആണ് ഞാൻ കൊടുക്കുന്നത്. 10നോടൊപ്പം തന്നെ ഒരു 1 ഇഞ്ച് സീം അലവൻസ് ചേർത്ത് 11 നമുക്ക് അടയാളപ്പെടുത്താം. 11 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 11 അടയാളപ്പെടുത്തി. നെക്ക് വിഡ്ത്ത് വന്നിട്ട് 2 ആണ് കൊടുക്കുന്നത്. 2 അടയാളപ്പെടുത്താം. 2 നെക്ക് വിഡ്ത്ത് 2. നെക്ക് ഡെപ്ത്ത് 3 ആണ് കൊടുക്കുന്നത്. 3 അതിനി നമുക്ക് ബോക്സിലാക്കാം. നെക്ക് വിഡ്ത്ത് 2, നെക്ക് ഡെപ്ത്ത് 3. ഷോൾഡർ നമുക്ക് 5 കൊടുക്കാം. ഷോൾഡർ 5. ആം ഹോളും സെയിം തന്നെ കൊടുക്കാം. 5. ആം ഹോളും 5. 26 ആണ് ചെസ്റ്റ്. 26ൻ്റെ 1/4 എന്ന് പറയുമ്പോൾ 6.5. 6.5 ആണ് ചെസ്റ്റ് ഞാൻ കൊടുക്കുന്നത്. 6.5 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഒരു 1 ഇഞ്ച് കൂടി സീം അലവൻസ് കൊടുത്ത് 7.5 അടയാളപ്പെടുത്താം ചെസ്റ്റ്. നമുക്കതിന് ബോക്സിലാക്കാം. ബോക്സ് വരയ്ക്കാം. ബോക്സിലാക്കിയിട്ടുണ്ട്. നമുക്കിനി കേവ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഫസ്റ്റ് നെക്കാണ്. നെക്ക് കേവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. യു നെക്കാണ്. അതുപോലെ തന്നെ നമുക്ക് ആം ഹോള് ചെറിയ കുട്ടി ആയതുകൊണ്ട് നല്ലതുപോലെ നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ആം ഹോള് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി യോക്ക് പോർഷൻ ഫുള്ള് അടയാളപ്പെടുത്താം. വേസ്റ്റ് ഭാഗത്ത് വന്നിട്ട് 7 ആണ് കൊടുക്കുന്നത്. അത് നമുക്ക് ഷേപ്പ് ചെയ്ത് വരയ്ക്കാം. 7. നമുക്ക് യോക്ക് പോർഷൻ കട്ട് ചെയ്ത് മാറ്റാം. ഫ്രണ്ടിനും ബാക്കിനും ഒരേ നെക്ക് വിഡ്ത്തും ഡെപ്തുമാണ് ഞാൻ കൊടുക്കുന്നത്. ബാക്കിൽ സിബും കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. യോക്ക് പോർഷൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതാണ് യോക്ക് പോർഷൻ. സ്ക്വയർ പോർഷനിൽ ബോക്സ് പ്ലീറ്റാണ് ഞാൻ കൊടുക്കുന്നത്. സ്ക്വയർ പോർഷൻ കട്ട് ചെയ്യാം. സ്കേർട്ട് പോർഷൻ്റെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഒരുമിച്ചാണ് ഞാൻ ചേർത്തിട്ടിരിക്കുന്നത്. 22നോടൊപ്പം 1.5 സീം അലവൻസ് ആഡ് ചെയ്ത് 23.5 ആണ് ഞാൻ ലെങ്ത് വന്നിട്ട് അടയാളപ്പെടുത്തുന്നത്. 23.5 അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ബാക്ക് പോർഷൻ സിപ്പ് വെക്കുന്നതിനായിട്ട് 2ആയി കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. നമുക്കിനി സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് പോകാം. ആദ്യം യോക്ക് പോർഷനാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ആദ്യം നെക്ക് നമുക്ക് ഫിനിഷ് ചെയ്യാം. നെക്കിൽ ഇതുപോലുള്ള ക്രോസ് പീസ് വെച്ചിട്ടാണ് ഫിനിഷ് ചെയ്യുന്നത്. ഇതുപോലെയാണ് നെക്ക് ഫിനിഷ് ചെയ്യുന്നത്. നമുക്കിനി ഇതുപോലെ പതിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെയാണ് വരുന്നത്.
ഇനി നമുക്ക് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്യാം. ഇത് നന്നായി തേച്ച് കൊടുക്കണം. ഇങ്ങനെ വെച്ചിട്ട് നന്നായി തേച്ച് കൊടുക്കുമ്പോൾ നല്ല ഫിനിഷായി ഇരിക്കുന്നതാണ്. ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സിബ് വെച്ച് കൊടുക്കാം. ബാക്കിൽ സ്ലീവ്ലെസ് ആയിട്ടാണ് ഈ ഫ്രോക്ക് ചെയ്യുന്നത്. സ്ലീവിൽ ഞാൻ വൈറ്റ് കളറിലുള്ള ക്രോസ് പീസ് കട്ട് ചെയ്ത് ആണ് ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ യോക്ക് പോർഷൻ്റെ ഭാഗത്ത് സ്ട്രിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് ഭാഗത്ത് ടൈ ചെയ്യുന്നതിനായിട്ട് 2 സ്ട്രിപ്പുകൾ നമുക്ക് ഇതുപോലെ ചീത്ത വശത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് നല്ല വശത്തോട്ട് തിരിച്ചിടാം. അങ്ങനെ 2 സ്ട്രിപ്പുകളാണ് ബാക്ക് വശത്തേക്ക് ടൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. ബാക്കിൽ ടൈ ചെയ്ത് വയ്ക്കുന്നതിനായിട്ട് 2 സ്ട്രിപ്പുകൾ ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇത് നല്ലതുപോലെ അയൺ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നല്ലതുപോലെ അയൺ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് ഇരിക്കും. നമുക്ക് സൈഡിലും ഈ സൈഡിലുമായിട്ട് നമുക്കതിൽ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം. ഇനി നമുക്ക് ബോട്ടം ഭാഗത്തിൻ്റെ സ്റ്റിച്ചിങ്ങിലോട്ട് പോകാം. ബോട്ടം ഭാഗം ബോക്സ് പ്ലീറ്റ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ബോക്സ് പ്ലീറ്റ് ചെറിയ ബോക്സ് പ്ലീറ്റാണ് ഞാൻ കൊടുക്കുന്നത്. ഫ്രണ്ട് ഭാഗത്തും ബാക്ക് ഭാഗത്തും ഞാൻ ഇതുപോലെ ബോക്സ് പ്ലീറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി തേച്ച് പെർഫെക്ഷനാക്കി വെക്കുമ്പോൾ നല്ല ഭംഗിയാണ്. ഇതുപോലെ ബോക്സ് പ്ലീറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിന് ശേഷം യോക്ക് പോർഷനും ചേർത്ത് നമുക്ക് യോജിപ്പിക്കാം. യോക്ക് പോർഷനും സ്കേർട്ട് പോർഷനുമായിട്ട് നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. യോക്ക് പോർഷനും സ്കേർട്ട് പോർഷനും നമ്മൾ ചേർത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോഡി ചേർത്ത് സ്റ്റിച്ച് ചെയ്യാം. ഇതാണ് നമ്മളുടെ ഫ്രോക്ക്. ഞാനിവിടെ ഒരു ബട്ടർഫ്ലൈ കൂടി കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നമുക്ക് വീണ്ടും നല്ല വീഡിയോസുമായി കാണാം. അതുവരെ നന്ദി, നമസ്കാരം.